ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് ആയിട്ട് പുതിയതായിട്ട് റിലീസ് ചെയ്ത ഒരു മൂവിയാണ് സർവമായ. മൂവി കണ്ടപ്പോൾ എനിക്ക് പുതിയതായിട്ടുള്ള ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് തോന്നിയത്. പുതിയതായിട്ടുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഹൊറർ കോമഡിയാണ് ഈ മൂവി. എന്നാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഹൊറർ കോമഡി എന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു ഫാമിലിയും കുട്ടികൾക്കൊക്കെ പോയി കണ്ടിട്ട് അത്ര നമ്മളെ പേടിപ്പിക്കണ സീൻസ് ഒന്നും ഇല്ലാത്ത വളരെ ഫീൽ ഗുഡ് മൂവിയാണിത്. വെരി സ്ലോ ആൻഡ് റിലാക്സ് ആയിട്ട് പോണ ഒരു മൂവിയാണ്. എന്ന് വെച്ചിട്ട് നമ്മളെ ബോറടിപ്പിക്കില്ല. നല്ല എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു മൂവിയാണ്. ഹൊറർ കോമഡി എന്ന ഒരു ജോണറാണ് മൂവി. എന്നാൽ അത്ര നമ്മളെ ഭയങ്കര ഹൊറിബിൾ ആയിട്ടുള്ള സീൻസോ സ്ഥിരം നമ്മൾ ഹൊറർ മൂവീസിൽ കാണുന്ന പോലെ വെള്ള സാരി എടുത്തിട്ടോ കൂർത്ത പല്ലുള്ള പ്രേതോ അല്ലെങ്കിൽ കട്ടിലിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കൈ വരുന്ന സീൻസ്, അങ്ങനെ നമ്മളെ സീറ്റ് എഡ്ജിൽ നിർത്തണ കുറെ സീനുകളൊക്കെ ആയിട്ടുള്ള ഹൊറർ അതൊന്നല്ല. ഇത് പുതിയൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനത്തെ മൂവീസ് ആണ് വേണ്ടത് നമുക്ക്. മലയാളത്തിൽ ഇങ്ങനത്തെ വ്യത്യസ്തമായ മൂവീസ് വരുമ്പോഴാണ് നമുക്ക് കാണുന്നവർക്ക് ഒരു വെറൈറ്റി ഫീലിംഗ് തോന്നുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ മൂവീസ് നമ്മൾ ഹൊറർ കോമഡി ജോണറിൽ കണ്ടിട്ട് അതിൽ നിന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീല്, പുതിയൊരു എക്സ്പീരിയൻസ്. മൂവി ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഹൊറർ കോമഡി ജോണറിലുള്ള മൂവിയാണെന്നുള്ള കാര്യം ഞാൻ വിട്ടുപോയി. കാരണം എന്താ വെച്ചാൽ ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ഫാമിലി ആയിട്ട് കുട്ടികളായിട്ടൊക്കെ പോയി കാണാം. പ്രത്യേകിച്ച് ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഒഴിവായിരിക്കും. അപ്പൊ ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റിയ ബെസ്റ്റ് മൂവിയാണ്. ഓൾമോസ്റ്റ് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ഈ മൂവി കണ്ടത്. നല്ല കോമഡീസ് ആണ്, കുറെ ചിരിപ്പിച്ചു തന്നെ. അപ്പൊ തിയേറ്ററിൽ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ മൂവി പോയി കാണാട്ടോ. അത്ര നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും പോയിട്ട് മൂവി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. നിവിൻ പോളിയുടെ നല്ല മൂവീസ് പ്രതീക്ഷിക്കണം. കുറെ ഓഡിയൻസ് ഉണ്ട് സത്യം പറഞ്ഞാൽ. അത് എനിക്കിന്ന് തിയേറ്ററിൽ സിനിമ കാണാൻ പോയപ്പോൾ മനസ്സിലായി. ഇനിയും ഇങ്ങനത്തെ മൂവീസ് ഇനിയും പ്രതീക്ഷിക്കുന്നു. നിവിൻ പോളി ഇനിയും നല്ല മൂവീസ് ചെയ്യണം. മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത് അഖിൽ സത്യനാണ്. ആളെന്നെയാണ് റൈറ്റ് ചെയ്തിരിക്കുന്നതും. എന്തായാലും നല്ല വർക്കായിട്ടുണ്ട്. അടിപൊളി മൂവി ആയിട്ടുണ്ട്. സ്റ്റാറിങ് വരണത് നിവിൻ പോളി, അജു വർഗീസ്, ജനാർദ്ദനൻ, അതേപോലെ തന്നെ പ്രീതി മുകുന്ദൻ, അവരൊക്കെയാണ് ഈ മൂവിയിൽ മെയിനായിട്ട് സ്റ്റാറിങ്. അതേപോലെ തന്നെ ഈ മൂവിയിൽ പ്രേതമായിട്ട് ഉള്ള കഥാപാത്രം ചെയ്ത പെൺകുട്ടി നന്നായി ചേരുന്നു. നല്ല ആക്ടിങ് ആയിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ. മൂവിയുടെ ലെങ്ത് ഒരു 2.5 മണിക്കൂറിന്റെ അടുത്തൊക്കെയാണ് വരുന്നത്. 2 മണിക്കൂറും 26 മിനിറ്റ് അങ്ങോട്ടാണ് വരുന്നത്. ഈ ഒരു ടൈം ലെങ്ത്തിൽ മൂവി നല്ല എൻജോയബിൾ ആയിട്ടാണ് പോകുന്നത്. ജോണറിൽ പറയണ പോലെ തന്നെ ഈ മൂവിയിൽ പ്രേതമുണ്ട്, അത് കൺഫേം ആണ്. പക്ഷെ നമ്മൾ സ്ഥിരം പ്രേത സിനിമ കാണുന്ന പോലെയല്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പേടിപ്പിക്കുന്ന പ്രേതമല്ല. അത് നിങ്ങൾ പോയി കാണണം. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രേതത്തിനെ നമ്മൾ കുറച്ചും കൂടി സ്നേഹിക്കാൻ തുടങ്ങും. നമ്മൾ മുന്നേ പ്രേതം എന്നൊക്കെ പറയുമ്പോൾ പേടിയാണ് നമുക്ക് പോയി സിനിമ കാണാൻ. പക്ഷെ ഈ സിനിമ കാണുമ്പോൾ ഇനി നമുക്ക് പ്രേതത്തിനോടൊരു നമുക്കൊരു ഇത് തോന്നും, സ്നേഹം തോന്നും. അതേപോലത്തെ ഒരു മൂവിയിൽ പ്രേതത്തിന്റെ ക്യാരക്ടർ അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നിവിൻ പോളിയുടെയും അജു വർഗീസിന്റെയും കോംബോ. ഇതിനു മുന്നും കുറെ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരുടെ കോംബോ ആയിട്ടുള്ള മൂവീസ്, വടക്കൻ സെൽഫി, ലവ് ആക്ഷൻ ഡ്രാമ, തട്ടത്തിമറയത്ത്, ആ ഒരു കോംബോ ഇവർ തമ്മിലുള്ള ഒരു ആ ഒരു കോംബോ അത് ഇതിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഓരോ സീനുകളൊക്കെ, ചില സിമ്പിൾ ആയിട്ടുള്ള കോമഡി സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കും മൂവിയിൽ. കൂടുതലും ഹ്യൂമർ കോമഡിയാണ് ഇതിൽ മൂവിയിൽ കൂടുതലായിട്ടും. ഇങ്ങനത്തെ കോമഡി, വെറൈറ്റി കോമഡീസും ഹ്യൂമർ ആയിട്ടുള്ള കോമഡീസ് ഒക്കെയാണ് ഇപ്പൊ കിട്ടാനില്ലാത്തത്. ഇപ്പൊ മുന്നേ ശ്രീനിവാസൻ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഹ്യൂമർ കോമഡീസ് ഒക്കെ ഇപ്പോ റയറാണ്. അതേപോലത്തെ കുറെ കോമഡി സീക്വൻസുകളും സീൻസൊക്കെ ഈ മൂവിയിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ അജു വർഗീസ്, നിവിൻ പോളി, ഇവര് ആ ഒരു കാര്യത്തിൽ അടിപൊളിയാണ്. അവരുടെ കോംബോ ഇതിൽ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഈ മൂവിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഞാൻ അടുത്തൊരു മൂവി ആയിട്ട് വരാട്ടാ. അപ്പൊ എല്ലാവർക്കും ബൈ.